ഒരു പേജ് പ്രസന്റേഷൻ ഓപ്പൺ ആയിട്ട് വരുമ്പോഴുള്ള ഒരു പേജാണ് ഈ കാണുന്നത്. നമ്മൾ വേർഡിലും എക്സലിലും ഒക്കെ പറഞ്ഞ പോലെ തന്നെ ടൈറ്റിൽ ബാർ എന്നുള്ളത് ഇവിടെ മുകളിൽ തന്നെ കാണുന്നുണ്ട്. അതായത് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ഡോക്യുമെന്റിന്റെ പേരാണ് ടൈറ്റിൽ ബാറിൽ കാണുന്നത്. എന്താണെന്നുള്ളത് നമുക്ക് കാണാം അല്ലേ? പ്രസന്റേഷൻ 1. അപ്പൊ ഡിഫോൾട്ട് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റേഷൻ 1 എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുക. പ്രസന്റേഷൻ 1 മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്, ഇങ്ങനെയാണ് പേര്. അപ്പൊ ടൈറ്റിൽ ബാറിൽ പവർ പോയിന്റിന്റെ പേര് കാണിക്കുന്നത് രീതി ഇങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കണം. എന്തായിരുന്നു? പ്രസന്റേഷൻ 1 എന്ന് പറഞ്ഞിട്ടാണ് കാണുന്നത്. ആ ഒരു പേജിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രസന്റേഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോ ഇതില് ടൈറ്റിൽ ബാറിൽ കാണുന്ന കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതായത് ഇവിടെ കസ്റ്റമൈസ്ഡ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ കാണുന്നുണ്ട്, സേവ് അല്ലെങ്കിൽ അണ്ടു റീഡ് ഒക്കെ ഉണ്ട്. നമുക്ക് അത് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഓഫീസ് ബട്ടൺ ഉണ്ട്. അവിടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ന്യൂ, ഓപ്പൺ, സേവ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു പോയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. വേറെ എക്സ്ട്രാ ഒന്നും ഇതിൽ വന്നിട്ടില്ല. അപ്പൊ നമ്മളിവിടെ ടാബുകൾ, അപ്പൊ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ടാബുകളുടെ പേരാണ്. ടാബുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസമുണ്ട്. നമ്മൾ വേർഡ് പഠിച്ചപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പോവാട്ടോ, എൻ്റെ ഒപ്പം പറഞ്ഞു പോവാ. വേർഡ് പഠിച്ചപ്പോൾ അതിൽ എന്തൊക്കെയായിരുന്നു? ഹോം, ഇൻസേർട്ട്, പിന്നെ എന്തായിരുന്നു വേർഡിൽ മൂന്നാമത്തെ ടാബ്? ഏതായിരുന്നു മൂന്നാമത്തെ ടാബ്? പേജ് ലേഔട്ട്. പേജ് ലേഔട്ട്. നാലാമത്തെ പറയൂ. റെഫറൻസ്, മെയിലിങ്സ്, പിന്നെ റിവ്യൂ, വ്യൂ. കണ്ടോ, ഇതാണ് നമ്മുടെ ഓർഡർ അല്ലെ? വേർഡിന്റെ ഓർഡർ ഇതാണ്. എക്സലിലേക്ക് വന്നപ്പോൾ അവിടെ എന്ത് വന്നു? ആ റെഫറൻസും മെയിലിങ്സും ഉണ്ടായിരുന്നില്ല. പകരം എന്ത് വന്നു അവിടെ? പകരം എന്താ വന്നത് അവിടെ? പകരം എന്താ വന്നേ? അവിടെ എന്താ വന്നേ പകരം? എക്സൽ പഠിച്ചപ്പോ എന്താ വന്നേ അവിടെ? ഓർമ്മ വന്നില്ലെങ്കിൽ ബുക്ക് മറച്ചു നോക്കുക. നമ്മളത് എപ്പോഴും കണ്ട് നമ്മുടെ മനസ്സിലേക്ക് പതിയണം. നിങ്ങൾ ഓർത്തെടുക്കാൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നോട്ട് ഉണ്ട്, അതൊന്ന് മറച്ചു നോക്കിയാൽ മതി. അതുകൊണ്ട് ഒരു വിഷമം വിചാരിക്കണ്ട, അയ്യോ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് വേണ്ട. ഒരു വട്ടം കിട്ടിയില്ലെങ്കിൽ നമ്മൾ മറച്ചു നോക്കുക, ബാക്കിലേക്ക് പോവാ. അപ്പൊ നമുക്കത് ഓർത്തെടുക്കാൻ പറ്റും. 2 വട്ടം നിങ്ങൾ കണ്ടിന്യൂസ് നോക്കിയാൽ നിങ്ങൾ അത് പഠിച്ചു. എന്തായിരുന്നു അപ്പോ? എക്സലിൽ വന്നപ്പോ എന്തായിരുന്നു അവിടെ വ്യത്യാസം വന്ന ടാബുകളില്? ഫോർമുല, പിന്നെ ഡാറ്റ അല്ലെ? ഡാറ്റ എന്നുള്ള ടാബ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് നമ്മുടെ വ്യത്യാസം. ഇവിടെ കണ്ടോ, ഇവിടെ നോക്കൂ, ഹോം, ഇൻസേർട്ട് സെയിം തന്നെ ടാബാണ്. ബാക്കിയുള്ള ടാബിൽ 3 ഇവിടെ വ്യത്യാസം വന്നു. ഡിസൈൻ, ആനിമേഷൻസ്, സ്ലൈഡ് ഷോ. ഈ 3 നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ പഠിക്കാനുള്ളത്. മനസ്സിലായോ? ബാക്കിയൊന്നും പഠിക്കേണ്ടെന്നല്ല, ഇവിടെയാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളത് അവിടെയാണ്. ഇപ്പോ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തപ്പോഴാണ് ഈ ഓപ്ഷനുകളെല്ലാം ആക്റ്റീവ് ആയത്. അതുവരെ ഒന്നും ആക്റ്റീവ് ആയിരുന്നില്ല. കണ്ടോ, ഇവിടെ ഒന്നും ആക്റ്റീവ് അല്ല, എല്ലാം ഇവിടെ പോയി, ഒക്കെ ഡീആക്റ്റീവ് ആയി എടുക്കാണ്. ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ ഇതെല്ലാം ആക്റ്റീവായി. ഇനിയുള്ള ഓപ്ഷനുകളെല്ലാം നമുക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ടാബാണ് ഹോം ടാബ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്ന ടാബാണ് ഹോം അല്ലെ? ഇന്ന് നമ്മൾ ഹോം ടാബാണ് പഠിക്കുന്നത്. പവർ പോയിന്റിലെ ഹോം ടാബാണ് പഠിക്കുന്നത്. അതില് എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് നോക്കുക. ആ ഗ്രൂപ്പുകളുടെ പേര് എഴുതി വെക്കുക. കാരണം വേർഡുമായിട്ട് ഇതിന് വ്യത്യാസമുണ്ട്. വേർഡില് ക്ലിപ്പ് ബോർഡ് ഉണ്ട്, ഫോണ്ട് ഉണ്ട്, പാരഗ്രാഫ് ഉണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ഇവിടെ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പവർ പോയിന്റ് പ്രസന്റേഷനിൽ ഹോം ടാബിൽ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്ലൈഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പാണ്. അതിന്റെ പേര് മറക്കരുത്. ഈ ഓർഡറിൽ തന്നെ എഴുതി വെക്കുക. എന്ത് എഴുതണം? നമ്മുടെ ഹെഡിങ് അപ്പൊ എന്തായിരുന്നു? മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് അല്ലെ? അതിന്റെ ഡിഫോൾട്ട് നെയിം എന്താണ്? പ്രസന്റേഷൻ 1 എന്നുള്ള പേരാണ് ഡിഫോൾട്ട് ആയിട്ട് കിടക്കുന്നുണ്ടാവുക. നമുക്കത് അവിടെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേര് വരും അവിടെ. എന്ത് പേരാണ് എഡിറ്റ് ചെയ്യുന്നത് അത് വരും. ദെൻ അടുത്തത് നമ്മൾ എന്ത് പഠിച്ചു? ഇത്ര ടാബുകൾ ഉണ്ട്: ഹോം, ഇൻസേർട്ട്, ഡിസൈൻ, ആനിമേഷൻ, സ്ലൈഡ് ഷോ, റിവ്യൂ, വ്യൂ. ഇത്രയും ടാബുകൾ നമുക്കുണ്ട്. ഇതിവിടെ ഫോർമാറ്റ് എന്ന് പറഞ്ഞ ടാബ് അവിടെ ഇല്ല. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു എഡിറ്റിംഗ് ഫോർമാറ്റ് വരുന്നതാണ് കേട്ടോ. അല്ലാതെ നമ്മൾ ടാബ് പഠിക്കുമ്പോൾ വ്യൂ വരെയുള്ളൂ. എഡിറ്റ് വെച്ച് ചെയ്യുമ്പോഴാണ് ഇവിടെ ഫോർമാറ്റ് വരുന്നത്. ഡ്രോയിങ് ടൂൾ ആണ്. ഓക്കെ, അപ്പൊ വ്യൂ വരെയുള്ളൂ. ഇനി അതില് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് ടാബാണ് ഹോം ടാബ്. ഹോം ടാബിനെ വീണ്ടും നമ്മൾ താഴേക്ക് വരികയാണ് അല്ലെ? താഴേക്ക് വീണ്ടും അതിനെ എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ എത്ര ഗ്രൂപ്പുകൾ ഉണ്ട് അവിടെ? ഫസ്റ്റ് ഗ്രൂപ്പിന്റെ പേരാണ് ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പ്. രണ്ടാമത്തെ ഗ്രൂപ്പ് സ്ലൈഡ്.
മൂന്നാമത്തെ ഫോണ്ട് പഠിച്ചിട്ടുള്ളതാണ്. നാലാമത്തെ പാരഗ്രാഫ്. പിന്നെ ഒരു വ്യത്യാസമുള്ളത് ഡ്രോയിങ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് എഡിറ്റിംഗ്. അപ്പൊ ഈ ഗ്രൂപ്പുകളുടെ പേര് അവിടെ എഴുതി വെക്കണം. കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്ലിപ്പ് ബോർഡ്, മൗസ് പോയിന്റിലേക്ക് നോക്കുക. ക്ലിപ്പ് ബോർഡ്, സ്ലൈഡ്സ് ഗ്രൂപ്പ്, ഫോണ്ട്, പാരഗ്രാഫ്, ഡ്രോയിങ് ആൻഡ് എഡിറ്റിംഗ്. ഇതാണ് നമ്മുടെ ബാക്കിയുള്ള ഗ്രൂപ്പുകൾ. അപ്പോ ഇവിടെ നോക്കൂ, ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പാണ്. കട്ട്, കോപ്പി, പേസ്റ്റ്, ഫോർമാറ്റ്, പെയിന്റർ. നമ്മളിപ്പോൾ ഇത് ഞാൻ കോപ്പി ചെയ്താൽ മാത്രമാണ് ഇത് ആക്റ്റീവായിട്ട് വരുള്ളൂ. ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. അപ്പോഴാണ് ഇതൊക്കെ നമുക്ക് ആക്റ്റീവായിട്ട് വരുള്ളൂ. അപ്പോൾ അതൊന്നും ഞാൻ നോക്കുന്നില്ല, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് സ്ലൈഡ് ഗ്രൂപ്പാണ്. അത് എഴുതി വെക്കണം. സ്ലൈഡ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്റെ സബ് ഹെഡിങ് കൊടുക്കുക. സ്ലൈഡ്സ് അല്ലെ, ഗ്രൂപ്പാണ് സ്ലൈഡ്. അതിൽ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്? ന്യൂ സ്ലൈഡ്, ലേഔട്ട്, റീസെറ്റ്, ഡിലീറ്റ്. 4 ഓപ്ഷനും എഴുതി വെക്കണം കേട്ടോ. സ്ലൈഡ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ വരുന്ന 4 ഓപ്ഷനാണ് ന്യൂ സ്ലൈഡ്, ലേഔട്ട്, റീസെറ്റ്, ഡിലീറ്റ്. അപ്പോൾ ഈ ന്യൂ സ്ലൈഡിന് ഒരു ഡ്രോപ്പ് ഡൗൺ മെനു കാണുന്നുണ്ട്. നോക്കാം താഴേക്ക്. കണ്ടോ എത്ര സ്ലൈഡിന്റെ ഓപ്ഷൻ ഉണ്ട്? എത്ര സ്ലൈഡ് ഉണ്ട്? എത്ര തരം സ്ലൈഡ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും? എത്ര തരം പറ്റും? കാണുന്നില്ലേ? എത്ര തരം പറ്റും നോക്കി പറയൂ. എത്ര എണ്ണം പറ്റും? 9 എണ്ണം ഉണ്ട് അല്ലെ? അപ്പൊ സ്ലൈഡുകൾ ഏതൊക്കെയാണ്? എത്ര തരം സ്ലൈഡ് ഉണ്ട്? 9 സ്ലൈഡ് ഉണ്ട്. ഇതിന്റെ പേര് നമ്മൾ പഠിച്ചിരിക്കണം. കാണാതെ പഠിക്കണം എന്നില്ല, പക്ഷെ പേരുകൾ ഓർമ്മ ഉണ്ടാവണം. കണ്ടു കഴിഞ്ഞാൽ അത് സ്ലൈഡിന്റെ ഒരു സ്ലൈഡ് ആണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. ടൈറ്റിൽ സ്ലൈഡ്, നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള സ്ലൈഡ് ടൈറ്റിൽ സ്ലൈഡ്. ടൈറ്റിൽ ആൻഡ് കണ്ടന്റ്, സെക്ഷൻ ഹെഡർ, ടു കണ്ടന്റ്, കമ്പാരിസൺ, ടൈറ്റിൽ ഓൺലി, ബ്ലാങ്ക്, കണ്ടന്റ് വിത്ത് ക്യാപ്ഷൻ, പിക്ചർ വിത്ത് ക്യാപ്ഷൻ. ഇത്തരം കാര്യങ്ങളൊന്നും എഴുതി വെക്കാം. 9 സ്ലൈഡാണ് കേട്ടോ. സ്ലൈഡ് ഓപ്ഷൻസ് ആണ്. ഓഫീസ് തീം, എഴുതി കഴിഞ്ഞോ? അത് എഴുതി കഴിഞ്ഞോ? ഇല്ല. എഴുതിയോ? കഴിഞ്ഞു. ഓക്കെ. അപ്പൊ ഇത് ഓഫീസ് തീമാണ് കേട്ടോ. ഈ സ്ലൈഡുകളെല്ലാം എന്തിൽ വരുന്നത്? ഓഫീസ് തീം. അതും കൂടെ ഒന്ന് സൈഡിലൊന്ന് റെഡിങ് കൊണ്ടോ ഒന്ന് എങ്ങനെയൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് എഴുതി വെക്കുക. ഓഫീസ് തീമാണ്. ലേഔട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് ലേഔട്ടാണ് വേണ്ടതെന്നുള്ളത് നമ്മൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ന്യൂ സ്ലൈഡിന് വന്നുകൊണ്ടിരിക്കും. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു സ്ലൈഡിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയിട്ട് പോകും കേട്ടോ. റീസെറ്റ് ഒക്കെ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സ്ലൈഡിൽ ഇത്രയും ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഫോണ്ട് നമ്മൾ പഠിക്കുന്നത് തന്നെ സ്ട്രൈക്ക് ത്രൂ. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ടെക്സ്റ്റ് ഷേഡോ, ഒരു എസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷേഡോ പോലെ എടുക്കുന്നുണ്ട്. അത് എ ഷേഡോ ബിഹൈൻഡ് സെലക്ട് ടെക്സ്റ്റ് ഇൻ ടു ഹെൽപ്പ് ഇറ്റ് സ്റ്റാൻഡ് ഔട്ട് ദി സ്ലൈഡ്. അതിലിങ്ങനെ നമുക്ക് തന്നെ സെലക്ട് ചെയ്തിട്ട് കണ്ടോ ഒരു ഷേഡോ ഇഫക്റ്റ് വരും അതിന്. ഞാൻ ഈ പവർ പോയിന്റ് എന്നുള്ളത് സാധാരണ പോലെ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് കിടക്കുന്നത്. പക്ഷേ ഇതിന് നമുക്കൊരു ഷേഡോ ഇഫക്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ
എസ് പോലെ കാണുന്നില്ലേ ഫോണ്ടില്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഒരു ഷേഡോ പോലെ വരും. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതാ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ, ഒരു ഷേഡോ എഫക്റ്റ് വരും. അപ്പൊ ആ ഒരു ഓപ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ടെക്സ്റ്റ് ഷേഡോ ആണ്. ഇനി ഇതിന്റെ കാലിബ്രി ഹെഡിങ് ആണ് ഫോണ്ട് വരുന്നത്. അതായത് ഡിഫോൾട്ട് ഫോണ്ട് കാലിബ്രി ഹെഡിങ് ആണ്. അതുപോലെ തന്നെ സൈസ് ഇവിടെ നമ്മൾ അറിയാവുന്ന പോലെ 11. നമുക്ക് ഇഷ്ടമുള്ള സൈസൊക്കെ ഇവിടെ ഇട്ട് കൊടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതാ പിന്നെ ഇതറിയാലോ, ഇൻക്രീസ് ഫോണ്ട്, ഡിക്രീസ് ഫോണ്ട്. ഇതെന്തായിരുന്നു? ക്ലിയർ ഓൾ ഫോർമാറ്റിംഗ്, ഫോർമാറ്റ് ചെയ്യാനുള്ളതാണ്. ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് ക്യാരക്ടർ സ്പേസിങ്. അതായത് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ക്യാരക്ടർ സ്പേസിങ് നോർമൽ ആണ് ഇവിടെ എടുക്കുന്നത്. ലൂസ് ആക്കി കഴിഞ്ഞാൽ കണ്ടോ ഇത് തമ്മിലുള്ള അകലം കൂടും. ഇതൊക്കെ ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആയതുകൊണ്ടാണ് കേട്ടോ. വെരി ലൂസ് ആയി കഴിഞ്ഞാൽ ഒന്നും കൂടി ആ ഒരു ക്യാരക്ടർ അക്ഷരങ്ങൾ തമ്മിലുള്ള സ്പേസ് അവിടെ കൂടും. ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ കൂട്ടി വേണമെങ്കിൽ കൊടുക്കാം. എക്സ്പാൻഡഡ് 3 ഓപ്ഷൻ ഉണ്ട് ക്യാരക്ടർ സ്പേസിംഗിൽ. നോർമൽ, എക്സ്പാൻഡഡ്, കണ്ടൻസ്ഡ്. ഇത് എവിടെ പഠിച്ചിട്ടുള്ളത്? നമ്മള് വേർഡിൽ പഠിച്ചിട്ടുണ്ട്. ക്യാരക്ടർ സ്പേസിംഗിൽ നമ്മൾ വേർഡിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെയും ഫോണ്ട് എന്ന് പറയുന്ന ഇത് മെനു ഓപ്പൺ ആക്കുമ്പോൾ 2 ടാബുള്ള ഡയലോഗ് ബോക്സ് ആണ് ഓപ്പൺ ആയി വരുന്നത്. 2 ടാബ് ഏതൊക്കെയാണ്? ഫോണ്ട് ആൻഡ് ക്യാരക്ടർ സ്പേസിംഗ്. 2 ടാബ് ഉള്ളതാണ് ഡയലോഗ് ബോക്സ് ആണ് ഓപ്പൺ ആയി വരിക. അതില് ക്യാരക്ടർ സ്പേസിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ 3 എണ്ണം ഉണ്ട്. നോർമൽ, എക്സ്പാൻഡഡ്, കണ്ടൻസ്ഡ്. അപ്പൊ അതിന്റെ പേര് എഴുതി വെക്കണം. ക്യാരക്ടർ സ്പേസിംഗ് ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ക്യാരക്ടർ സ്പേസിംഗ്, ശ്രദ്ധിച്ച് കേൾക്കണേ. ക്യാരക്ടർ സ്പേസിംഗ് ഓപ്ഷൻ 3 എണ്ണാണ്. നോർമൽ, എക്സ്പാൻഡഡ് ആൻഡ് കണ്ടൻസ്ഡ്. ഓക്കെ, നോർമൽ, എക്സ്പാൻഡഡ് ആൻഡ് കണ്ടൻസ്ഡ്. യെസ്, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ 3 ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ആ ഓപ്ഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തത് കണ്ടോ. ആ ഓപ്ഷൻ ഇല്ലാതെ നമ്മൾ നോർമൽ ആയിട്ട് വെരി ടൈറ്റ്, ടൈറ്റ് കണ്ടോ, ടൈറ്റ് നമുക്ക് ഇങ്ങനെ കിടക്കും. വെരി ടൈറ്റ് എന്ന് പറയുമ്പോൾ കണ്ടോ വളരെ അടുപ്പിച്ച് കിടക്കും. നോർമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ടൈപ്പ് ചെയ്യുന്ന ആ ഒരു ഫോർമാറ്റ് ആണ്. ലൂസ് ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടിയും അകലം കൂടും, അതായത് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള അകലം കൂടും. അതാണ് ക്യാരക്ടർ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആ ഒരു ഈ ഒരു ഫോണ്ട് തുറക്കുമ്പോൾ നമ്മൾ കാണുന്ന 2 ടാബ്, ഒന്ന് ഫോണ്ടും രണ്ടാമത്തെ ക്യാരക്ടർ സ്പേസിംഗും. ഓക്കെ, ഇവിടെ ഫോണ്ട് പറഞ്ഞ ആ ഒരു ടാബില് ഇഫക്ട്സ്, ഫോണ്ട് ഇഫക്ട്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ ഫോണ്ട് ഇഫക്റ്റുകളുടെ പേര്, പ്രസന്റേഷനിലുള്ള ഫോണ്ട് ഇഫക്റ്റുകളുടെ പേര് എഴുതി വെക്കുക. സ്ട്രൈക്ക് ത്രൂ, ഡബിൾ സ്ട്രൈക്ക് ത്രൂ, സൂപ്പർ സ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ്, സ്മോൾ ക്യാപ്സ്, ഓൾ ക്യാപ്സ്, ഈക്വലൈസ് ക്യാരക്ടർ ഹൈറ്റ്. ഇത്രയും കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ ഇഫക്റ്റുകളുടെ പേരൊന്ന് എഴുതി വെക്കാം. ഫോണ്ട് ഇഫക്ട്സ് എന്നാണ് പറയുന്നത് കേട്ടോ. അതിനെ ഫോണ്ട് ഇഫക്ട്സുകൾ, സ്ട്രൈക്ക് ത്രൂ വേർഡിൽ നമ്മൾ വേറെ കുറെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇത് പ്രസന്റേഷനിലുള്ളതാണ്, ഒന്ന് എഴുതി വെക്കാം. അത് നിങ്ങൾ എഴുതുന്നതോറും നിങ്ങൾക്ക് അത് ഓർമ്മയിൽ ഇരിക്കുള്ളൂ കേട്ടോ, മറന്നു പോവില്ല. നോട്ടിലെല്ലാം ഉണ്ടാവണം, കാരണം കുറെ ദിവസം കഴിഞ്ഞ് നമ്മൾ മറിച്ച് നോക്കുമ്പോഴും നിങ്ങൾക്ക് ഇത് ഓർമ്മ വരണം. പിന്നെ ഫോണ്ട് സ്റ്റൈല്, റെഗുലർ, ഇറ്റാലിക്, ബോൾഡ്, ബോൾഡ് ഇറ്റാലിക്സ്, അതുകൊണ്ട് എഴുതി വെക്കുക. ഫോണ്ട് സ്റ്റൈൽ അവിടെ കാണിക്കുന്നുണ്ട്. റെഗുലർ, ഇറ്റാലിക്, ബോൾഡ്, ബോൾഡ് ഇറ്റാലിക്, റെഗുലർ, ഇറ്റാലിക്, ബോൾഡ്, ബോൾഡ് ഇറ്റാലിക്. അപ്പൊ പ്രസന്റേഷനിലുള്ള ഫോണ്ട് സ്റ്റൈൽ 4 എണ്ണാണ്. ഇഫക്ട്സ്, ഫോണ്ട് ഇഫക്ട്സുകളാണ് ഇത്രയും പറഞ്ഞത് കേട്ടോ. സ്ട്രൈക്ക് ത്രൂ, ഡബിൾ സ്ട്രൈക്ക് ത്രൂ, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. സ്ട്രൈക്ക് ത്രൂ ഇങ്ങനെ വര വരും. ഡബിൾ സ്ട്രൈക്ക് ത്രൂ ആണെങ്കിൽ 2 വര വരും കണ്ടോ. സ്ട്രൈക്ക് ത്രൂ സ്ട്രൈക്ക് ചെയ്ത് വരുന്നുണ്ടോ, ഇത്രേ ഉള്ളൂ വ്യത്യാസം. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് കേട്ടോ. സൂപ്പർ സ്ക്രിപ്റ്റ് ഒക്കെ ഞാൻ ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ മുകളിൽ അങ്ങനെ വരും, പവർ പോലെയൊക്കെ വരും. അപ്പൊ ഇതിൽ ഇത്രയേ ഉള്ളൂ. ക്യാരക്ടർ സ്പേസിംഗിൽ 3 ഓപ്ഷൻ ഉണ്ട്. നോർമൽ, എക്സ്പാൻഡഡ്, കണ്ടൻസ്ഡ്. എനിക്ക് സൗണ്ട് പോയി തുടങ്ങി, ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ 2 ഗ്രൂപ്പാണുള്ളത്. 3 ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞപ്പോൾ ക്ലിപ്പ് ബോർഡ് ഓൾറെഡി പഠിച്ചതായതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞില്ല. സ്ലൈഡ്, ഫോണ്ട്. മൂന്നാമത്തെ ഒരു ഗ്രൂപ്പാണ് പാരഗ്രാഫ്. പാരഗ്രാഫിൽ കുറച്ച് ഓപ്ഷനുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോ ഇവിടെ നിങ്ങൾക്കറിയാം അലൈൻമെന്റ് ആണ് അല്ലെ. ലെഫ്റ്റ് അലൈൻ, സെന്റർ അലൈൻ, റൈറ്റ് അലൈൻ, ജസ്റ്റിഫൈ. നമുക്കറിയാം 4 അലൈൻമെന്റ് ഉണ്ട്. ഇവിടെ ഒരെണ്ണം ഇവിടെ കാണിക്കുന്നുണ്ട്. കോളം, സ്പ്ലിറ്റ് ടെക്സ്റ്റ് ഇൻ ടു 2 or more കോളംസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, 1, 2, 3 കോളംസ്. അപ്പൊ കോളം എന്ന് പറഞ്ഞ ഓപ്ഷനും, അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ആ ഒരു പാരഗ്രാഫിനെ കോളം ആക്കുന്ന ഒരു ഓപ്ഷനും എവിടേക്ക് എടുക്കുന്നത്? പാരഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിലാണുള്ളത്. അപ്പൊ അതൊക്കെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. 4 അലൈൻമെന്റ് ഉണ്ട്, അതിന്റെ കൂടെ കോളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ 4 അലൈൻമെന്റ് ഏതൊക്കെയാണ്? ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ, ജസ്റ്റിഫൈ. അപ്പൊ ലെഫ്റ്റ് അലൈൻമെന്റിന്റെ ഷോർട്ട് കട്ട് കീ എന്താണ്?
കൺട്രോൾ പ്ലസ് എൽ അല്ലേ? മറ്റേത് എന്താണ്? സെൻട്രൽ അലൈൻമെന്റ് എന്താണ്? കൺട്രോൾ പ്ലസ് ഇ. റൈറ്റ് അലൈൻമെന്റ് എന്താണ്? കൺട്രോൾ പ്ലസ് ആർ. സെന്റർ എന്താണ്? കൺട്രോൾ പ്ലസ് എന്താ? കൺട്രോൾ പ്ലസ് ജസ്റ്റിഫൈക്ക് എന്താണ്? കൺട്രോൾ പ്ലസ് ജസ്റ്റിഫൈ കൺട്രോൾ പ്ലസ് ജെ ആണ് ഇവിടെ ഒരു. പിന്നെ ഇവിടെ കോളമാണ്. ഇനി ഇവിടെ നമ്മൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യം ടെക്സ്റ്റ് ഡയറക്ഷൻ ആണ്. നമുക്ക് ടെക്സ്റ്റിനെ കണ്ടോ ഹൊറിസോണ്ടൽ ആക്കാം, റൊട്ടേറ്റ് കണ്ടോ, ഇങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, സ്റ്റാക്ക്ഡ് ആക്കാം കണ്ടോ. അപ്പൊ എങ്കിലും അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രസന്റേഷൻ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കുറെ മോർ ഓപ്ഷൻസ് ഉള്ളത് കേട്ടോ. ടെക്സ്റ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ എവിടെയുണ്ട്? പാരാഗ്രാഫ് ഗ്രൂപ്പിലുണ്ട്. അത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കുറേ ഓപ്ഷനുകളൊക്കെ കാണാം. എല്ലാ ഓപ്ഷനും പഠിക്കണം എന്നൊന്നുമില്ല, കാരണം ഇത് കുറെ ഉണ്ട്. ഉണ്ടോ? ഹൊറിസോണ്ടൽ, റൊട്ടേറ്റ് ഓൾ ടെക്സ്റ്റ് 90 to 70 ഡിഗ്രി, സ്റ്റാക്ക്ഡ്. ഇപ്പൊ ടെക്സ്റ്റ് ഡയറക്ഷൻ കണ്ടു. അലൈൻ ടെക്സ്റ്റ്, ടെക്സ്റ്റിനെ നമുക്ക് അലൈൻ ചെയ്യാനായിട്ട് പറ്റും കണ്ടോ. ലെഫ്റ്റ് ടെക്സ്റ്റ് മാത്രം കേട്ടോ, സെന്റർ, റൈറ്റ്, ടെക്സ്റ്റിനെ മാത്രം നമുക്ക് അലൈൻമെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആ ഓപ്ഷൻ എവിടെ കാണുന്നത്? അലൈൻ ടെക്സ്റ്റ് എവിടെ കാണുന്നത്? പാരഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിലാണ്. ഇനി നമ്മൾ ക്ലിപ്പ് ആർട്ടും സ്മാർട്ട് ആർട്ടും പഠിച്ചു അല്ലെ? ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കുറെ ഡാറ്റയെ നമ്മൾ വളരെ വൃത്തിയായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു രീതിയാണ് സ്മാർട്ട് ആർട്ട് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് കൺവേർട്ട് സ്മാർട്ട് ആർട്ട് കുറെ അധികം ഓപ്ഷനുകൾ തന്നിട്ടുണ്ട് കണ്ടോ. ഇതൊരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ കുറേ കാര്യങ്ങൾ വളരെ വൃത്തിക്ക് തന്നെ കാണിച്ചു തരാനായിട്ട് പറ്റും കണ്ടോ. അപ്പൊ നമുക്ക് കുറേ ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. എന്താണത്? കൺവേർട്ട് ഇൻ ടു സ്മാർട്ട് ആർട്ട്, മനസ്സിലായോ? കൺവേർട്ട് ഇൻ ടു സ്മാർട്ട് ആർട്ട് ആണ് കേട്ടോ. ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. എന്താണ് കൺവേർട്ട്? കൺവേർട്ട് ടെക്സ്റ്റ് ഇൻ ടു എ സ്മാർട്ട് ആർട്ട് ഗ്രാഫിക് ടു വിഷ്വലി കമ്മ്യൂണിക്കേറ്റ് ഇൻഫർമേഷൻ. വിഷ്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, ഒരു വിഷ്വലൈസിങ് ആണ് അല്ലേ? നമുക്കിത് കാണിച്ചു തന്ന് പ്രസന്റ് ചെയ്യാനായിട്ടുള്ള ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് മെത്തേഡാണിത്. അപ്പൊ അതില് നമുക്ക് ഗ്രാഫിക് ഡിസൈൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് അതിനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കണ്ണിന് കുളിർമ ഉണ്ടാക്കുന്നത്, നമ്മൾ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ പോവാതിരിക്കാനാണ് നമ്മൾ ഇതുപോലുള്ള അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ് റേഞ്ച് ഫ്രം ഗ്രാഫിക്കൽ ലിസ്റ്റ് ആൻഡ് പ്രോസസ് ഡയഗ്രംസ് ടു മോർ കോംപ്ലക്സ് ഗ്രാഫിക്സ് സച്ച് എസ് വെൻ ഡയഗ്രാം ആൻഡ് ഓർഗനൈസേഷൻ ചാർട്ട്. നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള അല്ലെങ്കിൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളെ വളരെ ഈസി ആയിട്ട് റെപ്രസെന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് സ്മാർട്ട് ആർട്ട് യൂസ് ചെയ്യുന്നത്. കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളെ ഈസി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്മാർട്ട് ആർട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പാരഗ്രാഫ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഇത്രയേ ഉള്ളൂ. നാലാമത്തെ ഗ്രൂപ്പാണ്. 1, 2, 3, 4 5ാമത്തെ ഗ്രൂപ്പാണ് ഡ്രോയിങ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് കേട്ടോ. ഡ്രോയിങ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. അപ്പൊ ആ ഗ്രൂപ്പിൽ എന്തൊക്കെയുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. എനിക്ക് ഭയങ്കര ഒരു ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്. അപ്പൊ കുറേ നേരം ക്ലാസ് എടുക്കാൻ പറ്റണില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെയൊക്കെ ക്ലാസ് എടുക്കാണ്ടിരുന്നത്. ഇപ്പതേ ഇങ്ങനെ കണ്ടിന്യൂസ് പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഡ്രോയിങ് എന്നുള്ള ഗ്രൂപ്പിലെ കാര്യങ്ങളൊന്ന് എഴുതി വെക്കാം. ക്ലാസ് ബാക്കി എടുക്കാൻ അടുത്ത ദിവസം ഞാൻ എടുത്തുതരാം കേട്ടോ. എന്താണുള്ളതെന്നൊക്കെ ഒന്ന് എഴുതി വെക്കാം. അറേഞ്ച്, ക്വിക്ക് സ്റ്റൈല്, ഷേപ്പ് ഫില്ല്, ഷേപ്പ് ഔട്ട്ലൈൻ, ഷേപ്പ് ഇഫക്ട്സ്. ക്ലാസ്സിന്റെ വീഡിയോ ഇന്നത്തെ ക്ലാസ്സിന്റെ ഞാൻ നാളെ ഇടാം, ലിങ്ക് അയച്ചിടാം. എല്ലാവരും പഠിക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ റെഡിയാണ്. എൻ്റെ ഇതൊക്കെ ഒന്ന് മാറിയിട്ട് ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് എക്സാം ആയിട്ട് വെക്കാം. 1 hour ഞാൻ പറയാം ഡേറ്റ് എന്നാന്നുള്ളത് കേട്ടോ. അപ്പൊ ഇന്ന് ഇത്രേ എടുക്കണുള്ളൂ.